ഐഡന്റിഫൈ ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ദെൻ സ്നോബോൾ സാമ്പിളിംഗ്, ദെൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ദെൻ കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇങ്ങനെയുള്ള 4 സാമ്പിളിംഗ് ആണ് ഓപ്ഷൻസിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ചെയ്യുക. ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി സാമ്പിളിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഡിസ്കഷനിലേക്ക് പോവാം. സാമ്പിളിംഗ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ സാമ്പിളിംഗ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് സാമ്പിളിംഗ്, എന്താണ് സാമ്പിളിംഗ്, എന്തൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്സ് എന്നുള്ള ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത്. സാമ്പിളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, യൂണിറ്റ്സ് ഓർ ഡാറ്റ പോയിന്റ്സ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ടു റെപ്രസെന്റ് ദ ഹോൾ. ഒരു ലാർജർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മാൾ സബ്സെറ്റ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്നുള്ളത്. ഒന്നുകൂടി പറയാം, സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു ബിഗ്ഗർ പോപ്പുലേഷന് വളരെ കുറഞ്ഞ ഒരു സബ്സെറ്റ്, ഒരു കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, യൂണിറ്റ്സ് ഓർ ഡാറ്റ പോയിന്റ്സ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ടു റെപ്രസെന്റ് ദ ഹോൾ. ആ ഒരു ലാർജർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി നടത്തുന്നത് ഒരു 1 lakh ആൾക്കാരിലാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. അങ്ങനെ നമുക്ക് ഈ 1 ലക്ഷം ആൾക്കാരെയും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ 1 lakh ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സബ്സെറ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുക. ഈ ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സിന്, ആ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്നുള്ളത്. ഇൻഡിവിജ്വൽസിനെ, യൂണിറ്റ്സിനെ, ഡാറ്റ പോയിന്റ്സിനെ ഒക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് സബ്സെറ്റ് ഓർ ക്രോസ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ മിനിയേച്ചർ. ആ ഒരു മൊത്തം പോപ്പുലേഷൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ആണ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് സബ്സെറ്റ് ആണ്. അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടോ ആ എല്ലാ ഫീച്ചേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മിനിയേച്ചർ വേർഷൻ ആണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്നുള്ളത്. അറിഞ്ഞിരിക്കുക എന്താണ് സാമ്പിൾ എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, ആ ഒരു ഏരിയ ആണ് അടുത്ത് കവർ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ്, എന്തൊക്കെ ടൈപ്പ് സാമ്പിളിംഗ് ആണ് എന്നുള്ളതിൽ ബേസിക്കലി സാമ്പിളിംഗ് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതും മറ്റേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതും. ആദ്യത്തെ ഒരു ടൈപ്പ് സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്, മറ്റൊന്നാണ് നോൺ പ്രോബബിലിറ്റി. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഈച്ച് പേഴ്സൺ ഇൻ ദ പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ഇൻഡിപെൻഡന്റ് ചാൻസസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടാൻ എല്ലാ ആൾക്കാർക്കും, എല്ലാ പോപ്പുലേഷൻ മെമ്പേഴ്സിനും ഒരേപോലെയുള്ള ചാൻസ് ആണ് ഉള്ളതെങ്കിൽ, ഈക്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചാൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിളിംഗ് ടെക്നിക്സിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തം പോപ്പുലേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്സെറ്റിലേക്ക് ഉൾപ്പെടാൻ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്നിക്സിനെ പറയുന്ന, ആ ഒരു സാമ്പിളിംഗ് ടെക്നിക്സിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്. There are 100 elements in a population. Every element has 1/100 chance of being selected. 100 ആൾക്കാരുള്ള ഒരു സെറ്റാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും 1/100 ചാൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഈക്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചാൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. All members of the population do not get equal chance. എല്ലാ ആൾക്കാർക്കും ഒരേ ചാൻസ് കിട്ടാത്ത സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാധ്യത, നോൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളതാണ്. നോൺ സ്ട്രക്ചേർഡ് സാമ്പിൾ ആയിരിക്കും ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു നോൺ സ്ട്രക്ചേർഡ് സാമ്പിൾ ആയിരിക്കും, ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റഡി ഡ്യൂ ടു സം കൺവീനിയൻസ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചറിന്റെ കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സാമ്പിൾസിനെ റിസർച്ചർ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു നോൺ സ്ട്രക്ചേർഡ് സാമ്പിൾ ആയിരിക്കും എന്നുള്ളത്, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കില്ല എന്നുള്ളതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് സാമ്പിളിംഗ് ആണ്, ഏതൊക്കെ ടൈപ്സ് ആണ് പ്രോബബിലിറ്റിക്ക് അകത്ത് വരുന്നത്,
ഓർത്തിരിക്കുക, പ്രോബബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് 4 ടൈപ്പ് സാമ്പിളിംഗ് ആണ് വരുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ദെൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ദെൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇങ്ങനെയുള്ള 4 ടൈപ്പ് സാമ്പിളിംഗ് ആണ് വരുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഒന്നാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത്. സാമ്പിൾ സെലക്ടഡ് ബൈ റാൻഡമൈസേഷൻ മെത്തേഡ്. ഈ ആൾക്കാർ എന്താണ്, ജസ്റ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ്. എല്ലാവർക്കും ഒരേ ചാൻസ് ഉള്ള റാൻഡം ആയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഡൈസ് അല്ലെങ്കിൽ കോയിൻ ടോസ് ഇടുക, ഡൈസ് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നുള്ളതായിരിക്കും. സാമ്പിൾ മെമ്പേഴ്സ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ആർ സെലക്ടഡ് അക്കോർഡിംഗ് ടു എ റാൻഡം സ്റ്റാർട്ടിംഗ് പോയിന്റ് ബട്ട് വിത്ത് എ ഫിക്സ്ഡ് പീരിയോഡിക് ഇന്റർവെൽസ് എന്നുള്ളതാണ്. അതിന്റെ സ്റ്റാർട്ടിങ് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അതിന് ആൾക്കാരെ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ആളെ വളരെ റാൻഡം ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെയുള്ള ഓരോ ആൾക്കാരെയും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പീരിയോഡിക് ഇന്റർവെൽസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആദ്യത്തെ ഒരാളെ സെലക്ട് ചെയ്തു, 11ാമത്തെ ആളെ സെലക്ട് ചെയ്തു, 21ാമത്തെ ആളെ സെലക്ട് ചെയ്തു, 31ാമത്തെ ആളെ സെലക്ട് ചെയ്തു. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ടൈപ്പ് സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നുള്ളത്. അടുത്തൊന്നാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളത്. പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ്, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോപ്പുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനെ സ്ട്രാറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രാറ്റ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുക. ദെൻ റിസർച്ചേഴ്സ് സെലക്ട് റാൻഡം ഗ്രൂപ്പ്സ് വിത്ത് എ സിമ്പിൾ റാൻഡം ഓർ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്. ആ ആൾക്കാരെ പോപ്പുലേഷൻ എന്ത് ചെയ്തു, ആദ്യം ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചു. ഓരോ ക്ലസ്റ്റേഴ്സിനും സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചതിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 4 ടൈപ്പ് സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്, സോ നമ്മൾ പറഞ്ഞു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കില്ല എന്നുള്ളത്. അതിനകത്തും 4 ടൈപ്പ് സാമ്പിളിംഗ് ആണുള്ളത്. ഒന്ന് കൺവീനിയൻസ് സാമ്പിളിംഗ്, ദെൻ ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, ദെൻ കോട്ട സാമ്പിളിംഗ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളത്. ഇങ്ങനെ 4 ടൈപ്പ് സാമ്പിളിംഗ് ആണുള്ളത്. ആദ്യത്തെ ഒന്നാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത്. റിസർച്ചർ സെലക്ട് ദ ഈസിയസ്റ്റ് പോപ്പുലേഷൻ മെമ്പേഴ്സ് ഫ്രം വിച്ച് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിസർച്ചറിന്റെ കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള പോപ്പുലേഷനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത്. അടുത്തൊന്നാണ് ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ് എന്നുള്ളത്. റിസർച്ചർ യൂസസ് ഹിസ് ഓർ ഹെർ ജഡ്ജ്മെന്റ് to select the population members who are likely to provide information. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ റിസർച്ചറിന്റെ ജഡ്ജ്മെന്റിന് അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്നുള്ളത്. അടുത്ത ഒന്നാണ് കോട്ട സാമ്പിളിംഗ് എന്നുള്ളത്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് റിസർച്ചർ ചൂസ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് ട്രേറ്റ്സ് ഓർ ക്വാളിറ്റീസ് ലൈക്ക് ലൊക്കേഷൻ കൺവീനിയൻറ്റ് ടു ഹിം, ഏജ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ലൊക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കോട്ട സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തൊന്നാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളത്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ മേ ബി സെലക്ടഡ് ഫ്രം ഫ്യൂ ഇൻഡിവിജ്വൽസ് ആൻഡ് ദേ മേ ഐഡന്റിഫൈ അതർ പീപ്പിൾ. ആദ്യം എന്തായിരിക്കും, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ വഴിയാണ് അടുത്ത ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെ പോകുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്നോബോൾ എന്ന് പറയുന്ന ആ ഒരു സ്നോബോളിന്റെ പ്രത്യേകത ഓർത്തിരിക്കുക. സ്നോബോൾ എന്ന് പറയുന്നത് ആദ്യം വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ദെൻ അവരുടെ കണക്ഷൻ വഴി അവർ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് വഴി, നെറ്റ്വർക്ക് ഓഫ് സാമ്പിൾ എലമെന്റ്സ്, അവരുടെ നെറ്റ്വർക്ക് വഴി, അവരുടെ കണക്ഷൻ വഴിയാണ് അടുത്ത സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളത്. ഈ 4 ടൈപ്പാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ള 4 ടൈപ്പ് സാമ്പിളിംഗ് ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിനകത്തുള്ളത്. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ദെൻ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓപ്ഷൻസിലുള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്നോബോൾ, ദെൻ സ്ട്രാറ്റിഫൈഡ്, ദെൻ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളതാണ്. സോ ഇനി ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്.
യെസ്, എ ആൻഡ് സി എന്നുള്ളതാണ് സിമ്പിൾ റാൻഡം ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ള ഈ രണ്ട് ടൈപ്പ് സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്നത്. ദെൻ സ്നോബോൾ എന്ന് പറയുന്നത്, കൺവീനിയൻസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. സോ അറിഞ്ഞിരിക്കുക എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്, എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2024 ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇൻ റിസർച്ച് ആർ നോൺ പ്രോബബിലിറ്റി. ശ്രദ്ധിച്ചു നോക്കുക, ചിലപ്പോൾ പ്രോബബിലിറ്റി ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ നോൺ പ്രോബബിലിറ്റി ആയിരിക്കും ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻസിലുള്ളത് ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഡയമെൻഷണൽ സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ള 5 ടൈപ്പ് സാമ്പിളിംഗ് ആണുള്ളത്. ക്ലസ്റ്റർ, ഡയമെൻഷണൽ, റാൻഡം, ജഡ്ജ്മെന്റ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. ഫസ്റ്റ് ആണ് ഡയമെൻഷണൽ സാമ്പിളിംഗ്, ഡയമെൻഷണൽ സാമ്പിളിംഗ് മെത്തേഡ്, ദെൻ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, ദെൻ സ്നോബോൾ സാമ്പിളിംഗ്. ഈ ഒരു 3 ടൈപ്പ് സാമ്പിളിംഗ് ആണ് എന്ത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത്. ക്ലസ്റ്റർ എന്നുള്ളതും അതുപോലെ തന്നെ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത് എന്തായിരുന്നു, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ ഈ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത്, എന്താണ് സാമ്പിൾ എന്നുള്ളത്, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ളത്, ഓരോ ഡിഫറെന്റ് ടൈപ്പിലും പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്ന സാമ്പിളിംഗ് ഏതൊക്കെയാണ്, നോൺ പ്രോബബിലിറ്റിക്കകത്ത് വരുന്ന സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്